പാനൂർ വിഷ്ണുപ്രിയ വധക്കേസിലെ പ്രതി ശ്യാംജിത്ത് കുറ്റക്കാരനാണെന്ന് കോടതി വിധിച്ചു. 2022 ഒക്ടോബർ 22-നാണ് കേസിനാസ്പദമായ സംഭവം. പ്രണയാഭ്യർത്ഥന നിരസിച്ചതിന് വിഷ്ണുപ്രിയയെ പ്രതി ശ്യാംജിത്ത് വീട്ടിൽ അതിക്രമിച്ചു കയറി കഴുത്തറുത്ത് കൊലപ്പെടുത്തുകയായിരുന്നു. കേസിൽ ശിക്ഷ തിങ്കളാഴ്ച വിധിക്കും. കോടതി വിധിയിൽ സന്തോഷമുണ്ടെന്നും പോലീസ് അന്വേഷണം മികച്ചതായിരുന്നുവെന്നും പബ്ലിക് പ്രോസിക്യൂട്ടർ കെ അജിത് കുമാർ പറഞ്ഞു. കേരള മൊട്ടക്കും ശ്രദ്ധയോടുകൂടി നോക്കിയ ഈ കേസിലാണ് ഇപ്പോൾ ബഹുമാനപ്പെട്ട എഡീഷണൽ ജില്ലാ കോടതി നമ്പർ 1 മൃദുല മേഡം വിധി പറഞ്ഞിരിക്കുകയാണ്. 2022 ഒക്ടോബർ മാസം 22-ാം തീയതി 11:47 ശേഷമാണ് ഈ കൊല നടന്നത് എന്നാണ് പ്രോസിക്യൂഷൻ്റെ വാദം. ശാസ്ത്രീയ തെളിവുകളും അതുപോലെ തന്നെ സാക്ഷിമൊഴികളും അടിസ്ഥാനപ്പെടുത്തിയാണ് ഇത്തരമൊരു കേസിൽ ഇപ്പോൾ കോടതി വിധി പറഞ്ഞിട്ടുള്ളത്. ആ വിധിയിൽ വളരെയധികം സന്തോഷമുണ്ട്. പോലീസിൻ്റെ അന്വേഷണത്തിൽ പ്രത്യേകം സന്തോഷം രേഖപ്പെടുത്തുകയാണ്. ഈ കേസിലെ വിധി പറയുമ്പോൾ വളരെ അപൂർവമായി നടന്നൊരു കൊലപാതകമാണ്. ഈ കൊലപാതകത്തിൽ ഇയാളാണ് കൊലപാതകം നടത്തിയതെന്ന് എല്ലാ ശാസ്ത്രീയ തെളിവുകളും കോടതി മുമ്പാകെ അവതരിപ്പിക്കാനും അത് കോടതി അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. വിധിക്ക് ശേഷം പ്രതി കുറ്റക്കാരനാണെന്ന് കോടതി വിധിച്ചതിന് ശേഷമാണ് പ്രോസിക്യൂട്ടർ മാധ്യമങ്ങളോട് സംസാരിച്ചത്. പ്രതിക്ക് വധശിക്ഷ നൽകണം എന്നാണ് പ്രോസിക്യൂഷൻ കോടതിയിൽ ആവശ്യപ്പെട്ടിട്ടുള്ളത്. വിവരങ്ങളുമായി ഇപ്പോൾ കണ്ണൂരിൽ നിന്ന് സന്തോഷ് ചേരുകയാണ്. സന്തോഷ്, 2022-ലാണ് കേസിനാസ്പദമായ സംഭവം. എല്ലാ തെളിവുകളും പ്രോസിക്യൂഷൻ മുന്നോട്ട് വെച്ച എല്ലാ തെളിവുകളും കോടതി അംഗീകരിക്കുകയായിരുന്നു. തീർച്ചയായും ശരത്, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ പ്രതിയെ കുറ്റക്കാരനെന്ന് കണ്ടെത്തുന്നതിൽ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന കാര്യം ഇതിൻ്റെ പോലീസിലുള്ള അന്വേഷണ മികവും അതോടൊപ്പം തന്നെ തെളിവുകൾ കൃത്യമായി ഈ കോടതിയെ ബോധ്യപ്പെടുത്തുന്നതിൽ പ്രോസിക്യൂഷൻ്റെ വിജയവുമാണ് ഇത്തരത്തിലുള്ള ഒരു വിധിയിലേക്ക് എത്തിയത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ കൊലപാതകം നടന്ന മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ പ്രതിയെ പിടികൂടാൻ പോലീസിന് സാധിച്ചിരുന്നു. കേസിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇതിന് ദൃക്സാക്ഷികൾ ഉണ്ടായിരുന്നില്ല. ഈ സമയത്ത് കൊല നടക്കുമ്പോൾ വിഷ്ണുപ്രിയ മാത്രമാണ് വീട്ടിൽ ഉണ്ടായിരുന്നത്. ശാസ്ത്രീയ തെളിവുകളായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ടത്. അതുകൊണ്ട് തന്നെ ഈ ശാസ്ത്രീയ തെളിവുകൾ കൃത്യമായി ശേഖരിക്കാനും കോടതിയെ ബോധ്യപ്പെടുത്താനും പോലീസിനും പ്രോസിക്യൂഷനും കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ് ഈ വിധിയിലേക്ക് എത്തിയിരിക്കുന്നത്. കേരളത്തിൻ്റെ മനസാക്ഷിയെ നടുക്കിയ കൊലപാതകമായിരുന്നു ഇത്. 2022 ഒക്ടോബർ 22-നാണ് 23-കാരിയായ വിഷ്ണുപ്രിയയെ ഈ പ്രണയ പകയുടെ പേരിൽ പ്രതി ശ്യാംജിത്ത് വീട്ടിനകത്ത് കയറി കഴുത്തറുത്ത് കൊലപ്പെടുത്തത്. ഈ വിഷ്ണുപ്രിയയുടെ ശരീരത്തിൽ 29 മുറിവുകൾ ഉണ്ടായിരുന്നു. അതിൽ 10 മുറിവുകൾ മരണത്തിന് ശേഷമാണ് പ്രതി ഈ മുറിവുകൾ ഉണ്ടാക്കിയത് എന്നുള്ളതാണ് പോസ്റ്റ്മോർട്ടത്തിൽ കണ്ടെത്തിയത്. കൊടും പകയാണ് പ്രതിക്കുണ്ടായത് എന്നുള്ളത് അന്വേഷണത്തിലും കണ്ടെത്തിയിരുന്നു. യാതൊരു കുറ്റബോധവും പ്രതി പ്രകടിപ്പിക്കുകയും ചെയ്തിട്ടില്ല. ഈ വിധി പറയുന്ന ദിവസം പോലും കൂസലില്ലാതെയാണ് പ്രതി കോടതിയിൽ ഹാജരാവുകയും ചെയ്തത്. ഏതായാലും പ്രോസിക്യൂഷൻ പറഞ്ഞത് ഇത് കേരളത്തിലെ പെൺകുട്ടികൾക്കാണ് ഈ വിധി സമർപ്പിക്കുന്നത്. ഇത്തരത്തിലുള്ള സംഭവം ഇനി ഉണ്ടാകാത്ത വിധം പരമാവധി ശിക്ഷ പ്രതിക്ക് നൽകണം എന്നാണ് പ്രോസിക്യൂഷൻ കോടതിയോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ശരി, കണ്ണൂരിൽ നിന്നും സന്തോഷാണ് ഈ വിശദാംശങ്ങൾ ഇപ്പോൾ നൽകിയത്.